KCYM കൊച്ചി രൂപതയുടെ വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വാലന്റീന 2.0 നടത്തപ്പെട്ടു. മിസിസ് സൗത്ത് ഇന്ത്യ ക്ലാസിക് 2023 ജേതാവ് പ്രിയദർശിനി ദീപക് യോഗം ഉദ്ഘാടനം ചെയ്തു. KCYM കൊച്ചി രൂപത ഉപാധ്യക്ഷ ഡാനി ആന്റണി അധ്യക്ഷത വഹിച്ചു. നിരവധി ഭാരവാഹികളും പങ്കെടുത്തു. റീജിയണൽ ബിഷപ്സ് ധ്യാനത്തിന് അഭിമന്യ പിതാക്കന്മാർ ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ ഒരുമിച്ചുകൂടി. റംഷ പ്രാർത്ഥനയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റെവറൻഡ് ഡോക്ടർ വർഗീസ് സ്ഥാനമാവുമെങ്കിലും പരിശുദ്ധ കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും കാർമ്മികത്വം വഹിച്ചു. റെവറൻഡ് ഫാദർ ജോർജ് കടൂപ്പാറയിൽ ധ്യാന പ്രഭാഷണം നടത്തി. ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റ് അംഗങ്ങൾ സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് സന്ദർശിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി 3 അംഗ പാർലമെന്റ് അംഗങ്ങളെ സ്വീകരിച്ചു. ദൈവമാതാവിന്റെ ഛായാചിത്രം കർദിനാൾ അതിഥികൾക്ക് സമ്മാനിച്ചു. ഇംഗ്ലണ്ടിലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെന്റ് ഡൈനീഷ്യസ് കോൺഗ്രിഗേഷനെ ഇടവകയായി UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനാധിപൻ അഭിമന്യ എബ്രാഹാം മാർ സ്തെഫാനോസ് മെത്രാപ്പോലിത്ത പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിലെ ഏക ദേവാലയം കൂടിയായ ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭദ്രാസന ദിനാഘോഷവും നടത്തപ്പെട്ടു. റഷ്യൻ ആക്രമണം നേരിടുന്ന ഉക്രൈനിലെ പുരാതന ദേവാലയങ്ങളെ അപകട ഭീഷണി നേരിടുന്ന പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി യുനെസ്കോ. ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലെ സെയിന്റ് സോഫിയ കത്തീഡ്രൽ, ഗുഹാസന്യാസ മഠം, ലൂവീവ് നഗരത്തിന്റെ കേന്ദ്രഭാഗം എന്നിവയാണ് ആക്രമണം മൂലം നശിച്ചു പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. വത്തിക്കാനിൽ പുതിയതായി നിയമിതനായ റഷ്യൻ അംബാസിഡർ ഇവാൻ സോൾട്ടാനോവ്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് പാപ്പ. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാൻ വത്തിക്കാൻ അധികൃതർ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച.